ഹരേ കൃഷ്ണ. അനാദികാലത്ത് ജലപരപ്പിൽ ശയിക്കുകയാണ് വിഷ്ണു ഭഗവാൻ. അങ്ങനെ കിടക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ് വിടർന്നു വന്നു. ആ താമരപ്പൂവിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ഉദ്ഭവം. വിഷ്ണുവിൻ്റെ 2 ചെവികളിൽ നിന്നും ഓരോ അസുരന്മാർ പുറത്തു വന്നു. അവരാണ് മധുവും കൈടഭനും. ഒരിക്കൽ അവർക്ക് മുന്നിൽ ദേവി പ്രത്യക്ഷയായി. നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്? ദേവി ചോദിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ മരിക്കാൻ പാടുള്ളൂ. മധു കൈടഭന്മാർ വരം ആവശ്യപ്പെട്ടത് അതാണ്. ദേവി വരം നൽകി. മധുകൈടഭന്മാർ മതിച്ചു പുളച്ച് അങ്ങനെ നടക്കുമ്പോൾ താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെ അവർ കണ്ടു. ബ്രഹ്മാവിൻ്റെ കൈകളിൽ വേദങ്ങൾ ഇരിക്കുന്നു. 4 വേദങ്ങൾ: ഋക്ക്, യജുസ്, സാമം, അഥർവം. മധുകൈടഭന്മാർ ആ വേദങ്ങൾ തട്ടിയെടുത്തു. അവർ പാതാളത്തിൽ പോയി ഒളിച്ചു. വേദങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് ദുഃഖിച്ചു. മധുകൈടഭന്മാർ വേദങ്ങൾ തൻ്റെ കൈകളിൽ നിന്ന് തട്ടിയെടുത്തു എന്ന പരാതിയുമായി ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്തു ചെന്നു. വിഷ്ണു പാതാളത്തിൽ മധുകൈടഭന്മാരെ കണ്ടെത്തി അവരോട് യുദ്ധം തുടങ്ങി. ഉഗ്രൻ യുദ്ധം എത്ര കാലം നീണ്ടുവെന്നു? 5000 കൊല്ലം. വിഷ്ണു വിവശനായി. എന്തുകൊണ്ടാണ് തനിക്ക് ഇവരെ കൊല്ലാൻ സാധിക്കാത്തതെന്ന് വിഷ്ണു അന്വേഷിച്ചു. അപ്പോഴാണ് ദേവിയിൽ നിന്ന് മധുകൈടഭന്മാർ നേടിയ വരത്തിൻ്റെ കാര്യം വിഷ്ണു മനസ്സിലാക്കിയത്. അതോടെ വിഷ്ണു അടവു മാറ്റി. നിങ്ങൾ എന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളൂ, ഞാൻ നൽകാം, വിഷ്ണു അവരോട് പറഞ്ഞു. ഞങ്ങൾ താങ്കളെക്കാൾ ബലവാന്മാരാണ്. താങ്കൾ ചോദിക്കുന്ന വരം ഞങ്ങൾ നൽകാം. അഹങ്കാരികളായ മധുകൈടഭന്മാർ വീമ്പിളക്കി. നിങ്ങളെ കൊല്ലുവാനുള്ള വരമാണ് എനിക്ക് വേണ്ടത്, വിഷ്ണു പറഞ്ഞു. മധുകൈടഭന്മാർ വെട്ടിലായി. വരം കൊടുക്കാമെന്ന് പറഞ്ഞു പോയില്ലേ? കൊടുക്കാതെ നിവൃത്തിയില്ല. വരം കൊടുത്ത് തൽക്കാലം മാനം രക്ഷിച്ചു. പക്ഷേ അത് അവരുടെ അന്ത്യം കുറിച്ചു. വിഷ്ണു അവരെ വധിച്ചു. സമുദ്രത്തിൽ അവരുടെ മേധസ് നിറഞ്ഞു. ആ മേധസ് ഒരു വലിയ ഗോളമായി. അങ്ങനെ ഉരുണ്ടതാണ് ഭൂമി. അതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന പേര് വന്നത്.